പ്രഗ്നൻസിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു ഏകാന്തമായൊരു ജീവിതമെന്ന് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ അവസരം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ട്രിപ്പുകളൊക്കെ നടത്താറുണ്ട് കേട്ടോ. ഞങ്ങൾ ട്രിവാൻഡ്രമാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ കന്യാകുമാരി ഞാനങ്ങനെ പോയിട്ടില്ല. അപ്പോൾ അടുത്ത് തന്നെ ഈ കഴിഞ്ഞ ദിവസം കന്യാകുമാരിക്ക് പോയിട്ടുണ്ടായിരുന്നു. ട്രിവാൻഡ്രത്തുനിന്ന് കന്യാകുമാരി അടുത്തായതുകൊണ്ട് ട്രെയിനാണ് പോയത്. ഞാനും ഹസ്ബൻഡും 2 കുഞ്ഞുങ്ങളും പിന്നെ ഹസ്ബൻഡിൻ്റെ ചേച്ചിയുടെ മോളുമായിരുന്നു. ഇത്രയും പേരാണ് പോയത്. ശരിക്കും പറഞ്ഞാൽ നല്ല അടിപൊളി ഒരു യാത്രയൊക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ തമിഴ്നാട് അങ്ങനെയൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് തമിഴ്നാട് എൻ്റർ ചെയ്യുന്നത്. നല്ല ഒരു ട്രിപ്പ് തന്നെയായിരുന്നു കേട്ടോ ശരിക്കും. പിന്നെ ഈ ഒരു ട്രിപ്പിൻ്റെ ഒരു മൂഡ് വന്നത് ഈ ഒരു സമയം മുതലാണ് കേട്ടോ. ഈ ഒരു കാഴ്ചയൊക്കെ ഇങ്ങനെ വന്നപ്പോൾ മുതലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി കേട്ടോ ഈ ഒരു കാഴ്ച. ഇതൊക്കെ ഞാൻ കാണാൻ ആഗ്രഹിച്ച കാഴ്ചകളൊക്കെ തന്നെയാണ് കേട്ടോ. ഇങ്ങനെ ഈ പുഴയും ഈ പച്ച നിറത്തിലുള്ള ഈ വയലുകളും ഇതെല്ലാം ഞാൻ കാണാൻ ആഗ്രഹിച്ച കാഴ്ചകളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വീട്ടിൽ നിന്ന് മാറി ഇങ്ങനെയുള്ള ഈ കണ്ണ് കുളിർക്കുന്ന ഇങ്ങനെയുള്ള കാഴ്ച കണ്ടപ്പോഴേക്കും മനസ്സിനൊരു സന്തോഷമൊക്കെ വന്നു കേട്ടോ. പിന്നെ കന്യാകുമാരി ആകുന്ന സമയം വരെയും ഇങ്ങനെയുള്ള കാഴ്ചകൾ തന്നെയായിരുന്നു കാണാനുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെയുള്ള ഈ വയലുകളൊക്കെ കാണാൻ തന്നെ കിട്ടുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അങ്ങനെ ഏതായാലും 9 മണിക്കായിരുന്നു ട്രെയിൻ. 11 മണിയായപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ച് കുഞ്ഞുങ്ങളെയും ഒന്ന് സെറ്റാക്കിയിട്ട് വേണം പോകാനായിട്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു ചായയും പിന്നെ കുഞ്ഞുങ്ങൾക്ക് ബിസ്ക്കറ്റും എല്ലാം കൊടുത്തു. അതിന് ശേഷം ലഞ്ച് കഴിക്കാൻ വേണ്ടി പോയി. ലഞ്ച് കഴിക്കാതെ പോകാൻ പറ്റില്ല, കുഞ്ഞുങ്ങളെ വിശപ്പിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബിരിയാണി, അവിടുത്തെ ബിരിയാണിയൊക്കെയാണ് ഓർഡർ ചെയ്ത് കഴിച്ചത്. ബിരിയാണിയും കുഞ്ഞുങ്ങൾക്ക് നൂഡിൽസും പിന്നെ പെപ്പർ ചിക്കനും ഒക്കെ അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. ഞാൻ വിശന്നിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന എന്ത് ഞാൻ കഴിക്കും കേട്ടോ. അത് നല്ലതാണോ അല്ലെങ്കിൽ ചീത്തയാണോ എന്ന് ഞാൻ നോക്കാറില്ല. എനിക്ക് വിശന്ന് കഴിഞ്ഞാൽ ഞാൻ കഴിക്കും. അപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. നല്ല ഫുഡും ആയിരുന്നു. പിന്നെ പെട്ടെന്ന് ദഹിക്കാനായിട്ട് അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. ഈ ക്യൂ 100 രൂപ എടുത്ത് വേണം നമ്മൾ വിവേകാനന്ദ പാറയൊക്കെ കാണാൻ പോകാനായിട്ട്. ലാസ്റ്റ് ഞങ്ങളുടെ ലൊക്കേഷന് എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നടന്നു. കുഞ്ഞുങ്ങളെയും കൊണ്ട് പോയതുകൊണ്ട് അധികമൊന്നും കുഞ്ഞുങ്ങളെ വെയിലത്ത് നടത്തിക്കാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ടൊന്നും അധികമൊന്നും വീഡിയോസോ അല്ലെങ്കിൽ ഫോട്ടോസോ ഒന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയൊന്നുമില്ല. പിന്നെ എനിക്ക് ആ ഗ്ലാസ് ബ്രിഡ്ജ് ഒന്ന് കാണണമായിരുന്നു കേട്ടോ. ഈ അടുത്തിടെയല്ലേ അത് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ അതൊന്ന് കാണണമായിരുന്നു. അതേതായാലും കാണാൻ പറ്റിയെന്നുള്ളതാണ്. പിന്നെ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ കണ്ടു വിവേകാനന്ദ പാറ. പിന്നെ തൊട്ടപ്പുറത്ത് ഉള്ള ആ ഒരു സ്റ്റാറ്റ്യൂ ഇല്ലേ, വള്ളുവർ സ്റ്റാറ്റ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ പോയി കണ്ടു കേട്ടോ. പിന്നെ ഇതൊക്കെ കാണുക, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതൊക്കെ കാണുക എന്നൊക്കെ പറയുന്നൊരു ഭാഗ്യം ആണല്ലോ. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷമായിരുന്നു. പിന്നെ വൈകുന്നേരം ഇങ്ങനെ ഞങ്ങൾ ചായ എല്ലാം കുടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് വന്നു കേട്ടോ. തിരിച്ച് വന്നപ്പോഴുള്ള കാഴ്ച എൻ്റെ വളരെ ഡിഫറെൻ്റ് ആയിട്ടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഇങ്ങനെയുള്ള ഒരു സൺസെറ്റൊക്കെ കഴിഞ്ഞ സമയമായതുകൊണ്ട് ആകാശത്ത് ആ ഒരു ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്നൊരു സമയമൊക്കെ ആയിരുന്നു കേട്ടോ. എന്നാലും നല്ലൊരു ട്രിപ്പായിരുന്നു.